തൃശൂർ പെരുവല്ലൂരിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ CPM ആക്രമണം. കൂട്ടുകുറുമ്പ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരും വഴിയാണ് പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായത്. 10 പേർക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ, എപ്പോഴാണ് സംഭവം? വിഷ്ണു, ഇന്നലെ രാത്രിയിലായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. അതായത് ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലെ പെരുവല്ലൂരിൽ കൂട്ടുകുറുമ്പ ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന BJP പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഏതാണ്ട് 10-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10 പേർ ഇപ്പോൾ വളരെ സാരമായ പരിക്കുകളോടെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. CPM DYFI പ്രവർത്തകരാണ് ഈ ആക്രമണത്തിൽ പിന്നിലെന്നാണ് BJP പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ തുടർന്ന് ഏതാണ്ട് 30ഓളം വരുന്ന ആൾക്കൂട്ടം ഈ പ്രവർത്തകർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൈപ്പ് അടക്കം സ്റ്റമ്പ് അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ പരിക്കേറ്റവർ പറയുന്നത്. എന്തായാലും പാവറട്ടി പോലീസിൽ ഈ BJPയുടെ നേതൃത്വത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് സംഭവത്തിൽ. പക്ഷേ ഇതുവരെ പോലീസ് മൊഴിയെടുക്കാൻ പോലും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് BJPയുടെ നേതൃത്വം ആരോപിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റവരിൽ ചിലർ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ഉണ്ട്. എന്തായാലും ഈ ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. എത്രയും പെട്ടെന്ന് നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നില്ലെങ്കിൽ മറ്റ് രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടുമെന്ന് തന്നെയാണ് BJP പ്രധാനമായും പറയുന്നത്. ആനന്ദ, ഈ പറഞ്ഞതുപോലെ BJP പ്രവർത്തകർക്ക് നേരെയുള്ള ഈ ഒരു ആക്രമണത്തിൽ എന്തുതന്നെയായാലും ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിൽ പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ? അതായത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചില പ്രശ്നങ്ങൾ അവിടെ നിലനിന്നിരുന്നു. BJP പ്രവർത്തകരുടെ വീട് കയറി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായി BJPയുടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെയുള്ള ചില പ്രശ്നങ്ങളെ തുടർന്നുകൊണ്ട് ഇന്നലെ കൂട്ടം കൂടി വന്നുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഭൂരിഭാഗം പരിക്കേറ്റവരിൽ 20-25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. ഈ പരിക്കേറ്റ ഭൂരിഭാഗം ആളുകളും പ്രായപൂർത്തിയാകാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. പെട്ടെന്നായിരുന്നു ഒരു ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് 30ഓളം വരുന്ന സംഘങ്ങൾ ചേർന്നാണ് തങ്ങളെ ആക്രമിച്ചത് എന്നാണ് ഈ ആക്രമണം പരിക്കേറ്റവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ടും എല്ലാമായിരുന്നു ആക്രമണം നടന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പാവറട്ടി പോലീസിലാണ് കേസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മൊഴി രേഖപ്പെടുത്താൻ ഇതേ സമയം വരെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് പോലീസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് സംഭവത്തിൽ ഉയരുന്നത്. വിഷ്ണു, ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.